നമസ്കാരം. ടെക് ട്രാവലിംഗ് നന്ദകുമാറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറുതായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ വേളി കായലിനകത്തുള്ള കുറച്ച് കാഴ്ചയാണ്. വേളി കായലിന്റെ ഒരു ഭാഗം ആർക്കും വലുതായിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ആ മേഖലയിലോട്ടാണ് ഇന്ന് ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൂറടി പാലമുണ്ട്. വേളി കായലിന്റെ ബോട്ടൊക്കെ പോകുന്നതിന്റെ അടുത്തായിട്ട് റെയിൽവേ ബ്രിഡ്ജാണ് നൂറടി പാലം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബസ്സും മറ്റു വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു ബ്രിഡ്ജും കൂടെ ആയിട്ട് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മനോഹരമായ ഒരു തീരം ഒരുക്കിയിരിക്കുന്നത്. അത് വളരെ ആർക്കും അറിഞ്ഞൂടാ. അവിടെ ഉള്ള സമീപവാസികൾക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ആയിരിക്കും അവർ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ വളരെ ഒരു എന്ത് പറയാം, വൈകുന്നേരമൊക്കെ ഒരു സായാഹ്ന സമയത്തൊക്കെ അവിടെ ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സൺസെറ്റൊക്കെ എന്ന് പറയുന്നത് വളരെ ഒരു വലിയൊരു കാഴ്ചയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെയും കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ കഴക്കൂട്ടത്ത് നിന്ന് എയർപോർട്ടിലോട്ട് പോകുമ്പോഴും എയർപോർട്ടിൽ നിന്നും കഴക്കൂട്ടം മേഖലയിലോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഈ ഒരു തീരം നമുക്ക് കാണാൻ കഴിയും. പാലത്തിന്റെ മുകളിൽ നിന്ന് ആൾക്കാരൊക്കെ ഒരുപാട് ഇരിക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഏറെ കുറെ ആൾക്കാർക്കും അവിടെ പോകാനുള്ള വഴി അറിയില്ല. അപ്പം നമ്മൾ ആ വഴിയിൽ ഇല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ സ്ഥലം, അതായത് നിങ്ങൾക്ക് എത്താൻ പറ്റാത്തതായിട്ടുള്ള ആ സ്ഥലത്തേക്കുള്ള കുറച്ച് വൈവിധ്യമാർന്ന കാഴ്ചകളാണ്. ഈ സ്ഥലത്തേക്ക് വരാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുവാതിൽ കോട്ട എന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിനകത്തുകൂടിയാണ് ഈ കായലിന്റെ തീരത്തേക്ക് വഴിയുള്ളത്. അപ്പോൾ നമ്മൾ 4 പേര് ചേർന്ന് അങ്ങനെ ഒരു ചെറിയ യാത്ര പ്ലാൻ ചെയ്തു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ വേളി കായലിന്റെ ഒരു ഭാഗത്താണ് പോകുന്നത്. ആ ഭാഗത്തുള്ള വൈബ് ഒരു രക്ഷയില്ല. വൈകുന്നേരം ആകുമ്പോൾ കാണുന്ന ഒരു വ്യൂ അത് കാണാനാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കാനായിട്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട്. പിന്നെ പിള്ളേരിങ്ങനെ ഒന്ന് ഓടിക്കളിക്കാനൊക്കെ ഒന്ന് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ കാഴ്ചകളൊക്കെ കാണാം. കണ്ടോ, അവർക്കൊരു സ്വർഗം കിട്ടിയതുപോലെയാണ് ഇവിടെ വന്നപ്പോൾ. ശ്രീകുട്ടനാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഓടാനുള്ളൊരു സ്ഥലം കിട്ടിയാൽ അവൻ പിന്നെ അവിടെ അങ്ങ് ഞെരിച്ചോളും. അതാണ് അവന്റെ ഒരു പ്രത്യേകത. നമുക്ക് വേണ്ട ചോദിക്കാം എന്തിനാണ് പ്രശ്നമൊന്നും. വെള്ളം മറിച്ച് വെള്ളം ഇഷ്ടപ്പെട്ടാ? ബോട്ടാ? ഫോട്ടോ എടുക്കണോ? സംഭവം കായലിലൂടെ ഒരു ചെറിയ വഞ്ചി പോയി. അതാണ് അവൻ ബോട്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീൻ പിടിക്കുന്ന ആൾക്കാരുടെ വഞ്ചിയാണ് അങ്ങനെ തുഴഞ്ഞ് പോകുന്നത് കണ്ടത്. നല്ല രസമുള്ളൊരു സമയമാണ് കേട്ടോ, ഒരു 2 മണിക്ക് ശേഷമൊക്കെ. ഇതാണ് എൻ്റെ ഋഷിക്കുട്ടൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കായലൊക്കെ കാണുന്നത്. കണ്ടിങ്ങനെ ഒന്ന് അമ്പരന്ന് നിൽക്കുകയാണ്. വളരെ തിരക്ക് കുറവാണ് കേട്ടോ. ഇങ്ങനെയുള്ള പിള്ളേർക്ക് സൈക്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എടുത്തു പറയാനുള്ള സൈക്ലിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. കൊച്ചു പിള്ളേരെ കൊണ്ടുപോകുന്ന സൈക്കിളൊക്കെ പഠിപ്പിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ വൈകുന്നേരം പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ വേറൊരു ലെവലാണ്. ഇവിടെ നല്ലൊരു തണൽ മരമുണ്ട്. ഇവിടെ വൈകുന്നേരത്ത് ഒരുപാട് ആൾക്കാർ കൊച്ചു പിള്ളേരെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ നടത്താറും ഓട്ടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു സ്ഥലം തന്നെയാണിത്. പിന്നെ സൂക്ഷിക്കണം. കായലിന്റെ സൈഡിലുള്ള കൈവരിയൊക്കെ വളരെ ഹൈറ്റ് കുറവാണ്. പിള്ളേരപ്പുറത്ത് പോവാതെ നമ്മൾ സൂക്ഷിക്കണം. പിള്ളേർക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്.
ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മരത്തിന്റെ ഇതണക്ക് നിരവധി മരങ്ങൾ ഈ സൈഡിൽ കായലിന്റെ സൈഡിൽ നിൽക്കണതാണ്. ഈ സൈഡിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി കാറ്റ്, കായലിൽ നിന്നും കടലിൽ നിന്നും കടന്നു വരുന്ന നല്ല ഫ്രഷ് കാറ്റ് നമുക്കിവിടെ ഇരുന്നാൽ കിട്ടും. ഇതുകൊണ്ടോ അവന്മാര് അവിടെ ചെന്ന് നിന്ന് കായല് നോക്കണുണ്ടോ. അവിടെ സംഭവം ഇതില് ചെറിയ ചെറിയ മീനുകളുണ്ട്, പിന്നെ ഈ ഞണ്ട്, ആമയൊക്കെ ചിലപ്പോൾ ഇതിന്റെ മുകളിൽ കൂടെ പോണ കാണാം, പിന്നെ കൊക്കുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സൈഡിൽ പോയി നിന്ന് അവന്മാര് നോക്കണത്. ചേച്ചി കൊള്ളാമോ? വെള്ളം കൊള്ളാമോ? അവിടുത്തെ വെള്ളം കൊള്ളാമോ? കൊള്ളാം കൊള്ളാം. എന്തൊക്കെ ഉണ്ട് വെള്ളത്തില്? പിന്നെ അങ്ങ് വീഴും. ഇനിയാണ് ഇവിടുത്തെ ഒരു നല്ല കാഴ്ചയ്ക്ക് സമയമായി വരുന്നത്. വൈകുന്നേരം ഈ സൂര്യൻ താഴുന്ന സമയമുണ്ടല്ലോ, അപ്പോഴിവിടെ കാണുന്ന ഒരു കളർഫുൾ നമുക്ക് കാഴ്ചയിലൂടെ കാണാം. എന്തൊക്കെ ഉണ്ട് റിച്ചി വെള്ളത്തില്? മീനുണ്ട്, പിന്നെ ഞണ്ടുണ്ട്, പിന്നെ കൊഞ്ചുണ്ട്. എന്തൊക്കെ ഉണ്ട് ശ്രീകുട്ടനാ? ഉണ്ണിക്കുട്ടനാ? കേരളം. പിന്നെ ഈ പുഴമീനൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ചൂണ്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ ഇവിടെ വന്ന് ഈ സൈഡിൽ ആ കൈവരി പോലെ കെട്ടിക്കണ്ട ഭിത്തി, അതിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടിലം കരിമീനും അതേപോലെയുള്ള മാലാവും നല്ല കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരുന്ന് ചൂണ്ടയിടാം, സമയം പോവും. ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഇടയിലോട്ടൊക്കെ കാണാൻ കഴിഞ്ഞത് ഈ ചെറിയ ചെറിയ ചൂണ്ടയിൽ ഉള്ള മീൻപിടുത്തങ്ങൾ തന്നെയാണ്. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു എന്ത് പറയാം, വ്യൂ വേറൊരു ലെവലാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴേ നല്ല തണുത്ത കാറ്റാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം കിട്ടുന്നത്. കായലിൽ നിന്ന് ഇങ്ങോട്ട് തണുത്ത കാറ്റാണ്. ഈ കായല് കടലുമായിട്ട് അങ്ങ് അപ്പുറത്ത് ചേർന്നാണ് കിടക്കുന്നത്. ഒരു ചെറിയ വളവ് കഴിഞ്ഞാൽ നമുക്ക് വേളി കായലാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ സൺസെറ്റിനായിട്ടുള്ള ഒരു സമയം ഏകദേശമായി 6-6:15 അടുപ്പിച്ചായിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു കടലിലോട്ട് നോക്കുമ്പോൾ, ഈ കായലിന്റെ തീരത്ത് നിന്ന് നമ്മൾ കടലിലോട്ട് നോക്കുമ്പോൾ കുങ്കുമ വർണ്ണങ്ങളിലുള്ള ഒരു ആകാശം നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എങ്കിൽ ആ കാഴ്ച കാണാം. ദാണ്ടെ ഈ ഭാഗമാണ് നമ്മൾ ഈ കായലിൽ നിന്നുകൊണ്ട് ഈ ഭാഗത്തോട്ട് ഇപ്പം കുറച്ചിങ്ങനെ കളറുകൾ തെളിഞ്ഞിട്ടേ ഉള്ളു. ഇപ്പം കുറെ കഴിയുമ്പം നല്ല കളറിലോട്ട് മാറും. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ ഉൾപ്പെടെ ഒരു റെഡ് കളറിലോട്ട് മാറും. ഇപ്പം കണ്ടോ ആ ഒരു മരത്തിലൊക്കെ അടിക്കുന്ന വെട്ടം കണ്ടോ? ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ സായാഹ്ന സമയത്തുള്ള ആ കളറും ആ വൈബും ആ വ്യൂവും. എങ്ങനെയുണ്ട്? ഇതിപ്പം കളർ കുറവെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം മഴക്കാറുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. അതില്ലെങ്കിൽ നല്ല കടുത്ത കളറിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏകദേശം സമയം ഒരു 6-6:15 അടുപ്പിച്ചായി. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പോവാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ഋഷി പോവാം മതിയാ പോവാം. അപ്പോൾ നമ്മൾ പോവുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ബൈ.